അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മരണത്തിന് ശേഷവും അത്രമേൽ വാചാലമാകുന്നത്. അത് ആ റഹ്മ എന്നുള്ള സ്റ്റേജിൽ എത്തുന്ന നമ്മൾ കാണുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള ജീവിതത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് പ്രവാചകരുമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഭക്ഷണത്തളികയിൽ നിന്നൊരു മാംസ കഷ്ണം എടുത്ത് കടിച്ച് അതിലേക്ക് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മാംസ കഷ്ണം എടുത്ത് ഞാൻ പല്ല് വെച്ച് കടിച്ച അതേ ഭാഗത്ത് കടിച്ചുകൊണ്ട് അവിടെ വെക്കും. അത് മവദ്ദയാണ്, അതാ പ്രേമാണ്. ആ പ്രേമം പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം. അതാ ആ പെണ്ണിൻ്റെ ഇമോഷണൽ നീഡ്സ് അവിടെ പൂർത്തീകരിക്കപ്പെടണം. ആണിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നീഡ് ഫിസിക്കൽ നീഡാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു പുരുഷൻ അവൻ്റെ ഭാര്യയെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചാൽ അത് കാരണമില്ലാതെ നിഷേധിച്ചാൽ നേരം വെളുക്കുവോളം അവളെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞത് പുരുഷൻ അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഫിസിക്കൽ നീഡ്. നമ്മൾ മനസ്സിലാക്കേണ്ട കുടുംബ ബന്ധത്തിന് ഇണകൾ തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിനകത്ത് ഒരു പുരുഷൻ അറിയാം എൻ്റെ ലൈംഗികമായ ആവശ്യം എത്രമേൽ ശക്തമാണ് എന്നുള്ളത് എനിക്കറിയാം. അതേപോലെ അത്രമേൽ ശക്തമാണ് എൻ്റെ ഭാര്യയായ സ്ത്രീയുടെ വൈകാരികമായ ദാഹം, അത്രമേൽ ശക്തമാണ്. എൻ്റെ ലൈംഗികമായ ദാഹം പൂർത്തീകരിക്കപ്പെടാതിരുന്നാൽ ഞാൻ അനുഭവിക്കുന്ന അസ്വസ്ഥതകളുണ്ട്, എൻ്റെ ഒരു സ്ട്രെസ് ഉണ്ട്, ആ ടെംപ്റ്റേഷൻ പിടിച്ചു നിൽക്കാൻ കഴിയാതെ. അതേപോലെയാണ് ഒരു സ്ത്രീ അവളുടെ വൈകാരികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാത്ത സമയത്ത് അനുഭവിക്കുന്നത്. ഒരു സ്ത്രീ മനസ്സിലാക്കേണ്ടത് എനിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എൻ്റെ വൈകാരികമായ അവസ്ഥകൾ, ദാഹങ്ങൾ, അതേപോലെ ശക്തമാണ്, പ്രധാനപ്പെട്ടതാണ് എൻ്റെ ഭർത്താവായ ഇണയുടെ ശാരീരികമായ ആവശ്യങ്ങൾ. അത് ഒരിക്കലുണ്ടായാൽ അത് പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ അത് ഭയങ്കരമായ അസ്വസ്ഥതയാണ്. ഈ നീഡ് പരസ്പരം പൂർത്തീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ വേണം കുടുംബജീവിതം മുന്നോട്ട് പോകാൻ. അപ്പോഴേ ഇങ്ങനെ ഓരോ അംഗങ്ങളുടെയും കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും വൈകാരികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു പോകുമ്പോഴാണ് ആ കുടുംബം ഒരു ശക്തമായ കുടുംബമായി നിലകൊള്ളുന്നത് നമ്മൾ മനസ്സിലാക്കുക.